ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകളിലെ അർബുദം നേരത്തെ കണ്ടെത്തുന്നതിനായുള്ള മെഗാ ക്യാമ്പ് തിരുമേനിയിൽ വെച്ച് നടത്തി. തിരുമേനി പാരിഷ് ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സുനിത KP അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് V, കവിത ML SP, ജോർജ് ഇട്ടിയപ്പാറ, സെബാസ്റ്റ്യൻ അഞ്ചനാട്ട്, ശ്രീനിവാസൻ VG, ഡയറ്റീഷ്യൻ നെവിൻ ജോജോ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു. 31 പേരുടെ പാപ്സ്മിയർ പരിശോധന നടത്തി. ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ 10 കേന്ദ്രങ്ങളിലാണ് മാർച്ച് 8 വരെ മെഗാ ക്യാമ്പുകൾ നടത്തുന്നത്. രാവിലെ 9:30 മുതൽ 1 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ വാർഡ് തല വനിതാ കൂട്ടായ്മ രൂപീകരിച്ച് 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ സൗജന്യ സ്തനാർബുദ പരിശോധന, സൗജന്യ ഗർഭാശയകള അർബുദ പാപ്സ്മിയർ പരിശോധന, പ്രമേഹ പരിശോധന, രക്തസമ്മർദ്ദ പരിശോധന എന്നിവ നടത്തും. കൂടാതെ ജീവിതശൈലി രോഗനിയന്ത്രണത്തിൽ ഭക്ഷണ ക്രമീകരണം ഉറപ്പുവരുത്താൻ ഡയറ്റീഷ്യൻ്റെ സേവനവും ഉണ്ടാകും. ക്യാമ്പിൽ രോഗസാധ്യത കണ്ടെത്തുന്നവർക്ക് തുടർ പരിശോധനയും തുടർ ചികിത്സയും ഉറപ്പുവരുത്തും. കണ്ടെത്തുന്ന പ്രമേഹ രക്തസമ്മർദ്ദ രോഗികൾക്ക് വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണശീലം എന്നിവയിലൂടെ രോഗം നിയന്ത്രിക്കാനായി സബ് സെൻറ്റർ തലത്തിൽ പിയർ ഗ്രൂപ്പുകൾ രൂപീകരിക്കും. എല്ലാ മാസവും ഇവർക്കായി പ്രത്യേക ക്യാമ്പുകൾ ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തും. അടുത്ത മെഗാ ക്യാമ്പ് 22-ാം തീയതി ശനിയാഴ്ച കോഴിച്ചാൽ സെൻറ് അഗസ്റ്റിൻസ് LP സ്കൂളിൽ നടക്കും. കൂടാതെ മാർച്ച് 8 വരെ വ്യാഴാഴ്ചകളിൽ പ്രാപ്പോയിൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിലും വെള്ളിയാഴ്ചകളിൽ പുളിങ്ങോം FHCയിലും പാപ്സ്മിയർ പരിശോധന ഉണ്ടാകും. ആരോഗ്യം എന്ന് പറഞ്ഞാൽ പരമാനന്ദാന്നേ. നല്ല ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നല്ല ജീവിതം ഉണ്ടാവുള്ളൂ. നല്ല ആരോഗ്യമുള്ളെങ്കിലേ പരമാനന്ദമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിലെല്ലാം അത് പെടും കേട്ടോ. ഒരു വാക്കവിടെ തെറ്റിയെന്ന് പറഞ്ഞാൽ അതൊക്കെ പിടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആരോഗ്യം ആനന്ദം എന്ന് പറഞ്ഞാൽ ആനന്ദകരമായ ജീവിതം നയിക്കണമെങ്കിൽ ആരോഗ്യം റെഡിയാകണം. വേണ്ടേ? അത് വേണം. നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. ഒരു കാര്യം ഇവിടെ അധ്യക്ഷ പറഞ്ഞത് പേടിച്ചിട്ടാണ്, ഉറപ്പായിട്ടും പേടിച്ചിട്ടാണ്. ആരോഗ്യവകുപ്പുകാർക്ക്, മനഃശാസ്ത്ര വകുപ്പ് ഉൾപ്പെടെ അറിയുന്ന, നാട്ടുകാരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന MLSP ഉൾപ്പെടെ, ആശാ വളണ്ടർ ഉൾപ്പെടെ, JPH ഉൾപ്പെടെ, HIയും JHIയും അങ്ങനെ നല്ല ഒരു സംവിധാനം നിലനിൽക്കുന്ന നിങ്ങൾക്ക്, നിങ്ങൾ വീട്ടിൽ പോകുമ്പം നിങ്ങൾക്കറിയില്ലേ അവർക്ക് പേടിയാന്ന്? അവർ പേടിച്ചിട്ട് വരാത്താണ്. നമ്മുടെ നാട് വലിയ നാടാണ്. എന്താ, വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമ്മൾ നിൽക്കുകയാണ്. എല്ലാ രംഗത്തും 100% സാക്ഷരതയാണ്. എല്ലാ വിദ്യാഭ്യാസവും കേരളം എവിടെ ലോകത്തിൻ്റെ ഏത് നെറുകയിലെത്തിയാലും ഏത് പഠനത്തിലും മലയാളിയുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനത്തിൽ വളരെ അവർ പേടിച്ച് നിൽക്കുക. എന്താ സ്ഥിതി? നമ്മുടെ കേരളത്തെ പറ്റി എന്താ സ്ഥിതി? നല്ല നമ്മുടെ നാട് മുന്നേറി. എന്താണെന്ന് വെച്ചാൽ പൊതുവിൽ പഠനമൊക്കെ നടത്തിയപ്പം കണ്ടെത്തിയ കാര്യം 20 വീട്ടുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിലൊരാൾ ക്യാൻസർ ഉണ്ടെന്നാണ്. കേരളത്തിൻ്റെ ക്യാൻസറിൻ്റെ കണക്ക് എടുത്ത് നോക്കുമ്പം 20 വീട്, ആ 20 വീട്ടിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റാൾക്ക് വരൂല എന്ന് വല്ല ഉറപ്പുണ്ടോ? അപ്പം അതുകൊണ്ടാണ് നല്ല കൃത്യമായ നിലയിൽ നമ്മുടെ അറിവുള്ളവർ, നമ്മുടെ ഭരണാധികാരികൾ നല്ല ചർച്ച നടത്തി, നല്ല പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ നാടിനെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. വെറുതെ ഒരു വാക്കിലല്ല, പ്രവൃത്തിയിലെ നടപ്പാക്കുക. അതാണ് ആനന്ദകരമായ ഒരു ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ ആരോഗ്യമുള്ള ആളാകണം. ആനന്ദകരമായ ജീവിതം ഉണ്ടെങ്കിൽ ആരോഗ്യം വേണ്ടേ? ആരോഗ്യം. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. നിങ്ങളിവിടെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ കുറേ നേരം ഞങ്ങളിവിടെ നിൽക്കുമ്പം 100 കണക്ക് അകലെ നിന്നൊക്കെ കുറേ ആളിങ്ങനെ നിരന്ന് നടക്കുന്ന കാണുമ്പോൾ 100 കണക്കിന് ആളുണ്ടെന്ന് ഒത്തിരി ശ്രീനിവാസൻ കരുവരും പറഞ്ഞു. ഒത്തിരി ആളുണ്ടല്ലോ. നല്ല വെള്ള ഷർട്ട് ഇട്ടവർ അല്ലേ, വെള്ള ഉടുപ്പിട്ടവർ. വെള്ള ഷർട്ട് തന്നെ ആണുങ്ങളുടെ ഉടുപ്പ് അവർ ഇട്ടേക്കുന്നുണ്ടോ? വെള്ള ഷർട്ട് ഇട്ടവർ മറ്റ് ആളുകളൊക്കെ ഉണ്ട്. ഓരോരുത്തരും എണ്ണിയപ്പം എന്താ? എണ്ണിയപ്പം മുഴുവൻ സണ്ണി ഓർത്തോണം. എണ്ണിയപ്പം സണ്ണി മുഴുവൻ ആളുകളും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടവരാണ്. നിങ്ങൾ സാധാരണ എന്താ ഒരു നാടിനെ പറ്റി പറയുന്നത്? സർക്കാർ കാര്യം മുറ പോലെയാണ്. ഞാനിപ്പോൾ നമ്മുടെ ശശിയേട്ടൻ മരിച്ചു അല്ലേ, ഇവിടെ ആരാധനായ നമ്മൾ അഭിമാനത്തോടെ കാണുന്ന നല്ല ബോധമുള്ള നമ്മുടെ ശശിയേട്ടൻ അമേരിക്ക മരിച്ചിങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കാര്യമാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അമേരിക്ക എന്നാണ് ശശിയേട്ടൻ മരിച്ചത്. എന്താ? ന്യൂമോണിയ. കേരളത്തിലാണെങ്കിൽ ശശിയേട്ടൻ മരിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ശശിയേട്ടൻ അസുഖമായി വന്ന് അമേരിക്ക വലിയ അസുഖത്തിന് വേണ്ടി അമേരിക്കയിലെ ഏറ്റവും വലിയ സ്ഥലത്ത് ആൾ പോകും. അത് വലിയ ഒഴിവാക്കാൻ പറ്റാത്ത സ്ഥലത്ത് പോകേണ്ടി വരും. എന്നാൽ നിങ്ങളൊന്ന് ഓർത്തോണം, ഇവിടെ വന്ന ആരോഗ്യ വകുപ്പിൻ്റെ രാവിലെ തൊട്ട് ക്യാമ്പിന് വേണ്ടി ഓടിച്ചാടി നടന്ന് നിങ്ങൾ ചെയ്ത സേവനത്തെപ്പറ്റി നിങ്ങൾ പറയുന്നവർ, നിങ്ങൾ ഉറപ്പിച്ചോർത്തോണം, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയണം.
നിങ്ങൾ ഈ ലോകത്ത് ശ്രദ്ധിച്ചോ, ലോകത്ത് ഏറ്റവും വലിയ സന്തോഷകരമായില്ലേ ഹാപ്പിനെസ് രാഷ്ട്രങ്ങളെന്ന് പറയുന്ന ഫിൻലാൻഡും നെതർലാൻഡും സ്വിറ്റ്സർലാൻഡും ഉൾപ്പെടെയുള്ള സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളുണ്ട്. ആ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലാണ് നമ്മുടെ കേരളം എന്ന് നിങ്ങൾ ഓർത്തോണം. നമ്മുടെ ഇതിനിടയ്ക്ക് കർണാടകത്തിൽ ഇന്നലെ ഒരാളെ കണ്ടു. കർണാടകത്തിലെ ആളോട് ചോദിച്ചു ശശിയുടെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചെന്താ അവർ ആരോഗ്യവകുപ്പിന് അവിടെ ആശുപത്രിയിൽ പോയെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ എന്താ അവിടെ ആശുപത്രിയിലേക്ക് ജോർജ് ചേട്ടാ അവിടെ മറ്റേ PH വല്ല നമ്മുടെ ചട്ടുവലുള്ള സെൻറ്ററിലേക്കും ആശുപത്രിയിലേക്ക് ചെല്ലുമ്പം ഒരു സ്ഥലത്ത് പശു അങ്ങനെ നടക്കുകയാണ്, ഇപ്പുറത്ത് പട്ടി കയറി കിടക്കുവാണ്. ആ പട്ടി കയറി കിടക്കുന്ന സ്ഥലത്തേക്കാണ് ആര് ഒരാൾ മരുന്ന് മേടിക്കാൻ പനി പിടിച്ച് മരുന്ന് മേടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. നമ്മുടെ കേരളം അങ്ങനാണോ? നമ്മുടെ പഞ്ചായത്ത് അങ്ങനാണോ? നമ്മുടെ പ്രദേശങ്ങൾ അങ്ങനാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതാ MLSP തീരുമാനിച്ചു. എന്താ MLSP? എന്തിയ സനീഷ്? MLSP തീരുമാനിച്ചിരിക്കുന്ന ആരാ MLSP നാട്ടിലാകെ നടന്ന് ആളുകളെ കണ്ട് അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് പ്രമേഹമുണ്ടോ, ജീവിതശൈലി രോഗമുണ്ടോ, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായി പഠിക്കുകയാണ്, അവതരിപ്പിക്കുകയാണ്. അതിന് മുമ്പേ ഉണ്ട് ആശാ വളണ്ടർമാരെ കൊണ്ട് നിങ്ങളെല്ലാം കൂടുതൽ പണിയെടുപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവർ പറഞ്ഞില്ല, പറയാൻ വഴിയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവർ നല്ല ഒന്നാമതായിട്ട് പണിയെടുക്കുന്നുണ്ട്. JPHനും JHIമാരൊക്കെ മുഴുവൻ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറം ചെല്ലുമ്പോൾ കാണാം കേട്ടോ. ഏതാ ഇവിടുന്ന് ഞങ്ങളൊന്നും പറയുമല്ലോ, പഞ്ചായത്തുകാർ പേടിപ്പിക്കില്ല. ഇവിടുന്ന് സ്വർഗത്തിൻ്റെ നൂൽപ്പാലം കടക്കുമ്പം ഇവർ സ്വർഗത്തിലും പോകും, നിങ്ങൾ നരകത്തിലും പോകും. ഞാൻ പറഞ്ഞ നമുക്കിപ്പോൾ അതല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ. ആ നൂൽപ്പാലം കിടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. മറ്റ് പല സ്ഥലത്തെ വെച്ച് നോക്കുമ്പം നിങ്ങൾ ഉറപ്പായിട്ട് സ്വർഗത്തിൽ പോകും. ഈ പറഞ്ഞ കർണാടകത്തിൻ്റെ ആൾ വരുമ്പം നിങ്ങൾ അപ്പുറം കിടക്കും, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. MLSP ആശാ വളണ്ടിയർമാർ നാട്ടിൽ നിരന്നിക്കല്ലേ. JHI JPHN നമ്മുടെ പ്രദേശത്തെ ഓരോ സ്ഥലത്തും ഓരോ കേന്ദ്രത്തനുസരിച്ച് നിറഞ്ഞ് നിൽക്കല്ലേ. നമ്മുടെ നാട്ടിലെ ഓരോ ജനത്തെപ്പറ്റി ഓരോ ആളുകളെപ്പറ്റി കൃത്യമായി പഠിച്ച് അവരാരോഗ്യപരമായ പ്രയാസം, പണ്ടൊക്കെ നമുക്ക് പുളിങ്ങ ആശുപത്രി ചെല്ലുമ്പം 3 കുപ്പിയും അതിലൂറ്റി തരുന്ന മരുന്നും 2 ഗുളികയും വാരി എറിഞ്ഞ് തരുന്ന സ്ഥലത്ത് 1000 രൂപയുടെ ടെസ്റ്റ് സൗജന്യമായി കൊടുത്ത് നമ്മുടെ സർക്കാർ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആരോഗ്യപ്രദമായ ഒരു ജീവിതം, എല്ലാവർക്കും ഗുണകരമായ ജീവിതം, ഏറ്റവും നല്ല പനിയുടെ മരുന്ന് എവിടെ കിട്ടും എന്ന് സർക്കാർ കാര്യം മുറ പോലെ സർക്കാർ അങ്ങനെയാണ് എന്ന് കുറ്റം പറയാൻ 100 നാവുണ്ട്. നിങ്ങൾ അനുഭവത്തിൽ പറ, നിങ്ങൾ നാടിനെ പറ്റി പഠിക്കുന്നവരാണ്, നിങ്ങൾ പറ. നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന പ്രവർത്തനം മനോഹരമായി നിങ്ങൾ നടത്തുക. സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം, ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ, വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡീസ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, ഈസി ഗോൾഡ് 1000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ. ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, വെള്ളരിക്കുണ്ട്, ആലക്കോട്, പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 at 04985240391.